ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഹാംസ്റ്റർ കോമ്പാറ്റിൽ വന്നിരിക്കുന്ന പുതിയ വലിയ കുറേ അപ്ഡേറ്റ്സും അതുപോലെ തന്നെ പ്രീ മാർക്കറ്റ് ലിസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളുമാണ്. നമ്മളുടെ ടെലഗ്രാം ചാനലിലുള്ളവർ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഓൾറെഡി അന്ന് ലിസ്റ്റ് ആയപ്പോൾ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബൈബിറ്റിൽ പ്രീ മാർക്കറ്റ് ട്രേഡിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ കോയിൻ്റെത്. പ്രീ മാർക്കറ്റാണ്, സ്പോട്ട് ട്രേഡിങ്ങോ കാര്യങ്ങളൊന്നുമല്ല. ഓക്കെ, നമ്മൾ Gate.ioൻ്റെ കാര്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ബൈബിറ്റിലും പ്രീ മാർക്കറ്റ് ട്രേഡിംഗ് ആരംഭിച്ചിട്ടുണ്ട്. പ്രീ മാർക്കറ്റിൻ്റെ ഡീറ്റെയിൽസ്, പ്രൈസ്, അതുപോലെ തന്നെ ടോട്ടൽ സപ്ലൈ കാര്യങ്ങളെല്ലാം തന്നെ അവസാനം പറയാം. ആദ്യം നമ്മുടെ ബോർഡിൽ വന്നിരിക്കുന്ന കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളും വലിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ വന്നിരുന്നൊരു അപ്ഡേറ്റാണ്, ഞാനൊരു വീഡിയോ ഇട്ട് അന്ന് തന്നെ വന്നൊരു അപ്ഡേറ്റാണ്. നമ്മളുടെ ലോഡ് എന്ന ലെവൽ മാറി. ഇപ്പോഴത്തെ ഏറ്റവും ഹയസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ക്രിയേറ്ററാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ക്രിയേറ്ററിൽ 6 ആൾക്കാർ മാത്രമേ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഈ ക്രിയേറ്ററിനെ പറ്റി നമുക്ക് ആദ്യം സംസാരിക്കാം. ഈ ഒരു ക്രിയേറ്റർ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ആദ്യം പറയാം. ലോഡ് വരെയാണ് നമുക്ക് നോർമൽ ഒരു യൂസറിന് എത്താൻ പറ്റുന്നത്. ഓക്കെ, നമുക്ക് 1 ബില്യൺ ബാലൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ലോഡിലേക്ക് എത്താൻ പറ്റും. അത് നോർമൽ ഒരു യൂസർ കുറച്ച് കാലം സേവ് ചെയ്ത് വെച്ചാൽ എത്താൻ പറ്റും. പക്ഷേ ഇപ്പോൾ ക്രിയേറ്റർ എന്ന് പറഞ്ഞ ലെവൽ തന്നെ പേരിൽ തന്നെ ഉണ്ട്. അതിനർത്ഥം അത് ആരുടെ ലെവലാണെന്ന്, ക്രിയേറ്റേഴ്സിനുള്ളതാണ്. എന്ന് വെച്ചാൽ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഒരു 10,000 10,000 ഒക്കെ റെഫറലുള്ള ആൾക്കാർക്ക് കിട്ടുന്ന ഒരു ലെവലാണ് ക്രിയേറ്റർ. എൻ്റെ കയ്യിൽ ഇപ്പോൾ 1 ബില്യൺ ഉള്ളൂ, നിങ്ങൾക്ക് കാണാൻ പറ്റും. 18 ബില്യൺ ആവുക എന്ന് പറഞ്ഞാൽ ഇനി 17 ബില്യണും കൂടെ വേണം. അപ്പോൾ നോർമൽ ഒരു യൂസറിന് ഒരിക്കലും എത്താൻ പറ്റില്ല ഈ ഒരു വർഷം. അടുത്ത വർഷമൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും എത്താൻ പറ്റും. അപ്പോൾ ഇതിൽ കുറച്ച് ഹിഡൻ ഡീറ്റെയിൽസ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 18 ബില്യൺ കോയിൻസ് എന്താണ് ഈ 18 എന്ന് പലരും ആലോചിക്കുന്നുണ്ടാവും. അവരുടെ ഒരു ഹിൻഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നമ്പർ 18 ബില്യൺ എന്ന് പറയുന്ന നമ്പർ നമ്മൾ ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടുണ്ടോ എന്നൊരു ഹിൻഡ് അവർ ചോദിക്കുന്നുണ്ട്, ഒരു ക്വസ്റ്റ്യൻ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ സപ്ലൈ നമ്മളുടെ കോയിൻ ലിസ്റ്റ് ആകുമ്പോൾ 18 ബില്യൺ ആവാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഇതിലും എനിക്ക് തോന്നിയൊരു ഹിൻഡാണ്, ഇവിടെ കുറേ ആൾക്കാർക്ക് കാണാൻ ക്രിപ്റ്റോവയിൽ തന്നെയാണ് ആസ് യൂഷ്വൽ ഏറ്റവും മുന്നിൽ 4.8 മില്യൺ ആണ് പ്രോഫിറ്റ് പെർ അവർ. പക്ഷേ നമുക്ക് ഏറ്റവും അവസാനം 6ാം സ്ഥാനം നോക്കുകയാണെങ്കിൽ NT എന്ന് പറയുന്ന അക്കൗണ്ടിന് 41K മാത്രമാണ് പ്രോഫിറ്റ് പെർ അവർ. ഒന്നെങ്കിൽ ഇത് നമുക്കൊരു ഹിൻഡായിരിക്കും തരുന്നത്, അല്ലെങ്കിൽ ഇത് ശരിക്കുള്ള ഒരാൾ തന്നെ ആയിരിക്കണം. അദ്ദേഹത്തിന് അത്രയും കൂടുതൽ റെഫറൽസ് ഉള്ളതുകൊണ്ടായിരിക്കും ഇത്രയും ടോപ്പിലേക്ക് എത്താൻ പറ്റിയതെന്ന് എനിക്ക് തോന്നിക്കാം. നിങ്ങൾക്ക് എന്താണ് ഇതെന്ന് തോന്നുന്നു എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കുക, എന്താണ് നിങ്ങൾക്ക് ഇതിൽ പറ്റിയുള്ള അഭിപ്രായം. അപ്പോൾ നിങ്ങൾ പലരും ചോദിക്കുന്നത് ക്രിയേറ്റർ എത്തിയാൽ എയർ ഡ്രോപ്പ് കിട്ടുള്ളൂ. അങ്ങനെയൊന്നുമില്ല, ക്രിയേറ്റർ എത്തേണ്ട ആവശ്യമില്ല. ഈ ഒരു വർഷം നമ്മൾ 2024 ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റ് ലിസ്റ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ക്രിയേറ്റർ എത്തേണ്ട ആവശ്യമില്ല. ക്രിയേറ്റർ ഒരിക്കലും എത്താൻ പറ്റില്ല. ഓക്കെ, ക്രിയേറ്ററിന് ഇനി പുതിയ പർച്ചേസ് ഓപ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ കോയിൻസ് ഇൻക്രീസ് ചെയ്യുക, പൈസ കൊടുത്ത് കോയിൻ മേടിക്കുക, അങ്ങനത്തെ ഓപ്ഷൻ വന്നാൽ കുറേ ആൾക്കാർ പൈസ കൊടുത്ത് കോയിൻസ് മേടിച്ച് ഈ ക്രിയേറ്റർ ലെവലിലേക്ക് എത്തും. അല്ലാതെ നോർമലി നമ്മൾ മൈൻഡ് ചെയ്തിട്ട് ഒരിക്കലും നമുക്ക് ഈ ഒരു വർഷം ക്രിയേറ്ററിലേക്ക് എത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ക്രിയേറ്ററിന് മാത്രമേ എയർ ഡ്രോപ്പ് തരൂ എന്ന് ഒരിക്കലും അവർ പറയില്ല. കാരണം കമ്മ്യൂണിറ്റി അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കോയിന്. അപ്പോൾ ഇത്രയും വലിയൊരു കമ്മ്യൂണിറ്റിനെ ഒരിക്കലും ഇവർ വെറുപ്പിച്ചുകൊണ്ട് ലിസ്റ്റിംഗ് നടത്തും അല്ലെങ്കിൽ എയർ ഡ്രോപ്പ് കൊടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ലോഡ് എത്താൻ മാത്രം ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും ലോഡ് എത്താൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. ഈ ജൂലൈയിൽ ലിസ്റ്റിംഗ് ക്യാൻസലായി എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. കാരണം 3-4 പോയിന്റ്സ് നമുക്കിപ്പോൾ തന്നെ എടുത്ത് പറയാനുണ്ട്. ഒന്ന്, പുതിയൊരു ലെവൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പുതിയ ലെവൽ കൊണ്ടുവന്നാൽ അതിലേക്ക് യൂസേഴ്സ് എത്തും എന്ന് തന്നെയാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ ഇനി ഈ ഒരു ജൂലൈ മാസമോ അല്ലെങ്കിൽ അടുത്ത മാസമോ ലിസ്റ്റിംഗ് ആവോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. ജൂലൈയിൽ ആവില്ല എന്നുള്ള കാര്യത്തിൽ 99.9% ഞാൻ ഉറപ്പ് തരികയാണ്. വേണമെങ്കിൽ ഒരു 100% ഉറപ്പ് എന്ന് തന്നെ പറയാം, ജൂലൈയിൽ ലിസ്റ്റിംഗ് ഉണ്ടാവില്ല. അതിന് കാരണം ഒന്ന്, പുതിയൊരു ലെവൽ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ കാരണം പുതിയ അപ്ഡേറ്റ്സ് ഇവരുടെ ബോട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇന്ന് വന്നൊരു മേജർ അപ്ഡേറ്റ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. മൈൻ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് 4 സെക്ഷൻസ് ആയിരുന്നു മെയിൻ: PR ടീം, മാർക്കറ്റ്സ്, ലീഗൽ, സ്പെഷ്യൽ. ഇപ്പോൾ പുതിയൊരു Web3 എന്ന് പറയുന്ന സെക്ഷനും കൂടെ ആഡ് ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ കാർഡ്സോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ 4:25 ആയിട്ടുള്ളൂ. 5:30ക്കാണ് നമ്മളുടെ ഡെയിലി കോംബോ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും ഇവിടെ പുതിയ കാർഡ് വരിക എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് എന്തായാലും നോക്കാം എന്താണ് നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാം എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഡെയിലി കോംബോ ഒക്കെ ഡെയിലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. എന്നും നമ്മളവിടെ കൃത്യസമയത്ത് 5:30 മുതൽ 5:45 വരെയുള്ള സമയത്ത് 5:40 തന്നെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ഫസ്റ്റ് തന്നെ അറിയാൻ പറ്റും. എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ അവിടെയാണ് പോസ്റ്റ് ചെയ്യുക ആദ്യം, അതിനുശേഷമാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ Web3 എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റോടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലീഗലിലൊക്കെ ഉള്ള പോലെ തന്നെ കുറേ കാർഡുകളിൽ ഇനി Web3യിലും വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. നല്ല ഉറപ്പായിട്ടും അങ്ങനെ സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു മാസം ലിസ്റ്റ് ആവില്ല എന്നുള്ളൊരു 100% കൺഫർമേഷനാണ് നമുക്ക് ഇതിലൂടെ കിട്ടിയിരിക്കുന്നത്. ഈ മാസം ലിസ്റ്റ് ആവുകയാണെങ്കിൽ പുതിയ സെക്ഷൻ കൊണ്ടുവരേണ്ട ആവശ്യമേ അവർക്കില്ല. ഉള്ളൊരിത് വെച്ചിട്ട് ജസ്റ്റ് ലിസ്റ്റ് ആക്കുക എന്നുള്ളൊരിതുള്ളൂ. ഇപ്പോൾ നമുക്ക് പുതിയ കാർഡ്സും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഞാൻ കോയിൻസ് സേവ് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത് എന്താ, കുറഞ്ഞ കോയിൻസ് ചിലവാക്കാവുള്ളൂ, കുറഞ്ഞ കോയിൻസ് കൊണ്ട് കൂടുതൽ പ്രോഫിറ്റ് അങ്ങനെ കൂട്ടാന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാത്തവരാണ് തീർച്ചയായിട്ടും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതിൽ പോയിട്ട് കാണുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറഞ്ഞ കോയിൻസ് ചിലവാക്കുക, എന്നിട്ട് കൂടുതൽ പ്രോഫിറ്റ് കൂട്ടുക. കുറച്ച് കോയിൻ കൊണ്ട് കൂടുതൽ പ്രോഫിറ്റ് അങ്ങനെ എടുക്കുക എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, അപ്പോൾ അന്ന് പലരും എന്നെ പുച്ഛിച്ചൊരു കാര്യമാണ്, എന്തിനാണ് നീ ഇപ്പോൾ ഇത്ര കോയിൻ എടുത്ത് വെക്കേണ്ട ആവശ്യം, നിങ്ങൾക്ക് മൊത്തം പ്രോഫിറ്റിലോട്ട് ഇട്ടൂടെ. അന്ന് ഞാൻ നല്ലൊരു സ്ട്രാറ്റജി ആയിരുന്നു പറഞ്ഞ്, കുറഞ്ഞ കോയിൻസ് കൊണ്ട് കാർഡുകൾ ഏതൊക്കെ കാർഡുകൾ ചെയ്യണം, എങ്ങനെ നമുക്ക് കുറഞ്ഞ കോയിൻസ് ചിലവാക്കിക്കൊണ്ട് പ്രോഫിറ്റ് കൂട്ടാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ പലരും പറഞ്ഞൊരു കാര്യമാണ്, നിൻ്റെ പൊട്ട സ്ട്രാറ്റജിയാണ്, എന്തിനാ ഇപ്പോൾ കോയിൻസ് എടുത്ത് വെച്ചിട്ട് കാര്യം, ഇനി പുതിയ കാർഡുകളൊന്നും വരാൻ പോകുന്നില്ല, ഇപ്പോൾ തന്നെ ലിസ്റ്റ് ആവാൻ പോകല്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഇപ്പോൾ പറഞ്ഞവരൊക്കെ എന്തായി,
അന്ന് ഞാൻ പറഞ്ഞിരുന്നു പുതിയ കാർഡ്സിലേക്ക് മാത്രം എൻ്റെ സ്ട്രാറ്റജി ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ട ആ ഒരു വീഡിയോ കാണാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ Web3 എന്ന് പറയുന്ന പുതിയൊരു സെക്ഷനും കൂടെ വന്നു. അപ്പോൾ Web3 വരുന്ന കാർഡുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? കോയിൻസ് തന്നെ വേണം. അതുകൊണ്ടാണ് ഞാൻ സേവ് ചെയ്യ് പുതിയ കാർഡുകൾ വരും എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നത്. യൂട്യൂബിൽ നിന്ന് ആഡ്സെൻസ് വഴി കിട്ടുന്ന ഏണിങ്സ് മാത്രം മതി ഇവർക്ക് ഇവരുടെ എക്സ്ചേഞ്ചിന് നല്ലൊരു പൈസ കൊടുത്ത് ലിസ്റ്റ് ആക്കാനും നമുക്ക് നല്ലൊരു എയർ ഡ്രോപ്പ് തരാനും. ഞാനിത് ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാർഡ് വന്നിട്ടുണ്ട്. പുതിയ DEX എന്ന് പറയുന്ന ഡെക്സ് എന്ന് പറയുന്ന കാർഡ് വന്നു. ഓക്കെ, അപ്പോൾ ഞാൻ കോയിൻ വേണമെന്ന് പറഞ്ഞതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇതിനൊരു 82K കൊടുത്താൽ തന്നെ 3K വെച്ച് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കുറേ കാർഡുകൾ നമുക്കിവിടെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ലിസ്റ്റിംഗ് വൈകും എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഞാൻ പറഞ്ഞല്ലോ, പുതിയ ലെവൽ കൊണ്ടുവന്നു. രണ്ടാമത്തെ കാരണം പുതിയ ടാബ് കൊണ്ടുവന്നു. മൂന്നാമത്തെ കാര്യം മാർക്കറ്റ് ഇപ്പോൾ വളരെ മോശമാണ്, ക്രിപ്റ്റോ മാർക്കറ്റ്. അതിന് കാരണം ജർമ്മൻ ഗവൺമെൻറ് അവരുടെ ക്രിപ്റ്റോ കറൻസി ആയിട്ടുള്ള ബിറ്റ്കോയിൻ മാക്സിമം സെല്ല് ചെയ്യാണ്. ഓക്കെ, ഡെയിലി സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു താഴേക്ക് പോക്ക് നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ MTGOX അവരുടെ യൂസേഴ്സിന്, പണ്ട് MTGOX എന്ന് പറയുന്ന ബൈബിറ്റ് ഫൈനാൻസ് ഒക്കെ പോലെ ഒരു എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു, അത് ഹാക്കായി പോയി. ഇപ്പോൾ ആ MTGOX തിരിച്ചു വന്ന് അവരുടെ അന്നത്തെ യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പോയ ബിറ്റ്കോയിനൊക്കെ അവർക്ക് തിരിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ വാല്യൂ ഏകദേശം 1 ബില്യൺ ആണ്. അപ്പോൾ അതും ഈ ജർമ്മൻ ഗവൺമെൻറ്റിൻ്റെ എമൗണ്ട് കമ്പൈൻ ചെയ്താൽ പോലും ബിറ്റ്കോയിന് വലിയ രീതിക്ക് ഇടിക്കാനുള്ള ഒരു എമൗണ്ട് ഒന്നും ഇല്ല. അത് ഫുള്ളായിട്ട് സെല്ലായാൽ പോലും ബിറ്റ്കോയിന് വലിയൊരു എഫക്റ്റ് ഒന്നും വരില്ല. പക്ഷേ എങ്ങനെയാണ് മാർക്കറ്റ് ഇത്രയും ഡംപാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇത്രയും MTGOXൻ്റെയും ജർമ്മൻ ഗവൺമെൻറ്റിൻ്റെ ഒക്കെ ന്യൂസ് വരുമ്പോൾ എന്താകും, ആൾക്കാർ പാനിക്കാവും, ട്രേഡേഴ്സ് പാനിക്കായിട്ട് അവരുടെ കയ്യിലുള്ളതും കൂടി സെല്ല് ചെയ്യുമ്പോഴാണ് വലിയൊരു ഇമ്പാക്റ്റ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റുന്നത്. ഇനി ഹാംസ്റ്റർ കോമ്പാറ്റ് ആയിക്കോട്ടെ, പിക്സൽ ടാപ്പ് ആയിക്കോട്ടെ, ഏതൊരു കോയിനും ആയിക്കോട്ടെ, അവരുടെ ലിസ്റ്റിംഗ് ഡേറ്റിന് എക്സ്റ്റെൻഡ് ചെയ്യാൻ തന്നെയാണ് 100% സാധ്യത. കാരണം മാർക്കറ്റ് ഒരു ബാഡ് കണ്ടീഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു കണ്ടീഷനിൽ ഇപ്പോൾ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം ആ ഒരു ലോഞ്ച് സക്സസ്ഫുൾ ആവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും അവരുടെ അസറ്റൊക്കെ പോയിരിക്കും. അപ്പോൾ എല്ലാം ഒന്ന് റിക്കവർ ആയി തിരിച്ചു വന്നിട്ടായിരിക്കും എല്ലാവരും, മാർക്കറ്റ് ഒന്നൊരു നല്ല കണ്ടീഷനിലേക്ക് എത്തിയിട്ടായിരിക്കും എല്ലാ കോയിൻസും ലിസ്റ്റ് ആവാൻ പോകുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ MTGOXും ജർമ്മൻ ഗവൺമെൻറ്റും അവരുടെ കയ്യിലുള്ള ഫുൾ ബിറ്റ്കോയിന് സെല്ല് ചെയ്താലും മാർക്കറ്റിന് വലിയ പ്രശ്നമൊന്നും വരില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ബിറ്റ്കോയിൻ ETF-ലൂടെ ഒരു ദിവസം വരുന്ന ഇൻഫ്ലോ അതിനേക്കാളും കൂടുതലാണ്. അവരവരുടെ കയ്യിലുള്ള ഫുൾ സെല്ല് ചെയ്താലും ഒരൊറ്റ ദിവസത്തെ ETF കൊണ്ട് നമുക്ക് ഇൻഫ്ലോ കൊണ്ട് നമുക്കത് കവറപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത് വലിയ പേടിക്കാനുള്ള കാര്യമൊന്നുമില്ല. ഉടനെ തന്നെ ഒറ്റൊരു ദിവസമൊക്കെ മതി നമ്മളുടെ മാർക്കറ്റ് റിക്കവർ ആവാൻ. ഓക്കെ, അപ്പോൾ ക്രിപ്റ്റോ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വളർത്തിയിലാണ്, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എപ്പോൾ വേണമെങ്കിലും താഴേക്ക് എപ്പോൾ വേണമെങ്കിലും മേലേക്കും വരാം. അതുകൊണ്ട് നല്ലൊരു മാർക്കറ്റ് കണ്ടീഷനും കൂടി ആയിട്ടായിരിക്കും ഇനി ഈ ഹാംസ്റ്റർ കോമ്പാറ്റും ബാക്കിയുള്ള എല്ലാ കോയിൻസും ലിസ്റ്റ് ആകാൻ പോകുന്നത്. ഇനി നമ്മൾ പ്രീ മാർക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് നോക്കാൻ പോകുന്നത്. അതിന് മുമ്പ് തന്നെ അവസാനമായിട്ട് എനിക്ക് നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം, നിങ്ങൾ കാണുന്നതെല്ലാം വിശ്വസിക്കാതിരിക്കുക. ഇപ്പോൾ ഈ ഹാംസ്റ്റർ കോമ്പാറ്റാണ് ട്രെൻഡിങ്, എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് പുതിയ ആൾക്കാർ കുറേ പൊട്ടിമുളച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട്. അവർക്ക് പലർക്കും ഈ ക്രിപ്റ്റോ കറൻസി എന്താണ്, ബ്ലോക്ക് ചെയിൻ എന്താണെന്നുള്ളൊരു ബേസിക് അറിവ് പോലും ഇല്ല. അവർക്ക് തോന്നുന്നതൊക്കെ വിളിച്ചു പറയുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ പറയുന്നത് കേൾക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഞാൻ പറയുന്നതും അവർ പറയുന്നതൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. എന്നിട്ട് സ്വന്തമായിട്ടൊരു റിസർച്ച് നടത്തുക. അവർ പറയുന്നത് ശരിയുണ്ടോ, അവർ പറയുന്നത് എത്രത്തോളം ഫാക്റ്റാണ്, അതെന്തൊക്കെ സാധ്യതകളുണ്ട് അവർ പറയുന്നത് കറക്റ്റായിട്ട് നടക്കാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് അനലൈസ് ചെയ്യുക. അല്ലാതെ ആരെങ്കിലും വന്ന് പറയുന്നത്, ഇൻസ്റ്റാഗ്രാമിൽ ആർക്കും വീഡിയോ ഇടാം, യൂട്യൂബിലും ആർക്കും വീഡിയോ ഇടാം, ഒരു ഫോൺ ഇൻ്റർനെറ്റ് ഉണ്ടായാൽ മതി. ഓക്കെ, അപ്പോൾ അവർ പറയുന്നതിൽ എന്തെങ്കിലും ഫാക്റ്റ് ഉണ്ടോ എന്ന് നിങ്ങൾ സ്വന്തമായിട്ട് ചെക്ക് ചെയ്യുക. അല്ലാതെ വെറുതെ പാനിക്കാവരുത്. പ്രീ മാർക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ പ്രൈസും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഈ പ്രൈസ് ഉറപ്പായിട്ടും ആക്യുറേറ്റ് അല്ല. 100% ഈ പ്രൈസിൽ നിന്നും ലിസ്റ്റ് ആവുന്ന പ്രൈസ് വ്യത്യാസം ഉണ്ടാവും. പിന്നുള്ളത് ടോട്ടൽ സപ്ലൈ ആണ്. ടോട്ടൽ കോയിൻ സപ്ലൈ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മളുടെ Gate.ioയിൽ വന്ന സെയിം ടോട്ടൽ സപ്ലൈ ആയിട്ടുള്ള 10 ബില്യൺ കോയിൻസ് ആണ്. ടോട്ടൽ 10 ബില്യൺ കോയിൻസാണ് ടോട്ടൽ സപ്ലൈ ആയിട്ട് കാണുന്നത്. ഇത് എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് 10 ബില്യൺ ആയിരിക്കില്ല എന്നാണ്. ഈ ഹാംസ്റ്ററിൽ മാത്രം ഇരിക്കരുത് എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. നിങ്ങൾ ഏറ്റവും നല്ല പ്രൊജക്ട്സ് ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഫൈൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസ് ചെക്ക് ചെയ്യുക. എന്നിട്ട് എല്ലാത്തിലും കയറി ഈക്വലായിട്ട് നിങ്ങളുടെ ടൈം ഇടുക. ഏറ്റവും ബെസ്റ്റ് ഹോട്ട് വാലറ്റ്, പിക്സൽവേഴ്സ്, വേവ് വാലറ്റ് ഇതുപോലുള്ള പ്രൊജക്ട്സ് ഒക്കെയാണ്. ഏറ്റവും നല്ല ടോപ്പ് 10 പ്രൊജക്ട്സ് ഏതൊക്കെയാണെന്നുള്ള വീഡിയോ ഞാൻ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലായിരിക്കും നിങ്ങൾക്ക് കൃത്യസമയത്ത് നോട്ടിഫിക്കേഷൻ നമ്മുടെ വീഡിയോയുടെ എത്തുക. അതുപോലെ തന്നെ എല്ലാ ചെറിയ അപ്ഡേറ്റ്സ് പോലും കൃത്യസമയത്ത് കിട്ടാനായിട്ട് നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. എല്ലാ കാര്യങ്ങളും നമ്മളവിടെ കൃത്യസമയത്ത് തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പലരും പല ഡീറ്റെയിൽസ് അറിയാതെ പോകുന്ന നമ്മുടെ ടെലഗ്രാം ചാനൽ ഇല്ലാത്തതുകൊണ്ടാണ് തന്നെ ഈ ഒരു വീഡിയോ, ഈ ഒരു ന്യൂസ് എല്ലാ ഫ്രണ്ട്സിലേക്കും, നിങ്ങൾ ഹാംസ്റ്റർ കോമ്പാറ്റ് മൈൻ ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിലേക്കും എത്തിച്ചു കൊടുക്കുക. അവരോടും പറയുക മൾട്ടിപ്പിൾ പ്രൊജക്ട്സ് മൈൻ ചെയ്യുക. ഇത് സീരിയസ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ, ടൈം പാസിന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാം, ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിൽ ആവാം എന്നൊരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.